എവിടെ പരിപാടി? നല്ല ഐശ്വര്യമുള്ള കുഞ്ഞുങ്ങൾ രാവിലെ വന്നാ അവര് നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി രാവിലെ എത്ര മണിക്ക് വന്നു? അപ്പൊ എത്ര മണിക്ക് എഴുന്നേറ്റു? ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 10 മണിക്ക് ഉറങ്ങി. പാവങ്ങള്. അപ്പൊ ടീച്ചർ റസി ഷാജിദാസ്, കലാമണ്ഡലം. ടീച്ചറെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം. ടീച്ചറിന് ഇവിടെ ശിഷ്യഗണങ്ങൾ കൂടുതലാണെന്ന് അറിഞ്ഞു, ശിഷ്യ സമ്പത്ത് കൊണ്ട് സമ്പന്നമാണെന്ന് അറിഞ്ഞു. എല്ലാം കൂടി ഇപ്പൊ എത്ര പേര് പഠിക്കുന്നുണ്ട് ടീച്ചറിന്റെ കീഴില്? 500ഓളം കുട്ടികൾ പഠിക്കുന്നു. ഈ അക്കാദമിയുടെ പേരെന്താ? ചിലങ്ക നാട്യകലാക്ഷേത്രം. കേരള സംഗീത അക്കാദമി അംഗീകൃതമാണ്. അത് ടീച്ചർ ഒരു പരസ്യം ബോർഡ് വെച്ചാണോ? അല്ലല്ല, അംഗീകൃതമാണ്. ഇവരാണ് എന്നോട് ഇടി കൂടിയത് വന്നിട്ട്. മോനെ എനിക്കാ ഇഷ്ടപ്പെട്ടോ? നീ എന്നോടൊന്ന് ഇടി കൂടിയേ. ഇടിച്ച് ഇവിടെ കവളത്തൊരെണ്ണം കൊടുക്ക്. നല്ല കവള്, നല്ല വ്യാപ്തി. അത് ഗംഭീരം. അതാണ് ഇരിക്കാം. നിന്റെ വീട്ടിലേക്ക് കയറി വരും. അത് വേണമെങ്കിൽ ടീച്ചറുണ്ടോ? ടീച്ചറിന്റെ ഈ ചിലങ്ക ഞങ്ങൾ ഇങ്ങനെ ആകാശ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടിരിക്കുക. ഓക്കെ, വളരെ സന്തോഷം. ടീച്ചറെ ഇന്നിപ്പോ നമ്മള് ഇവിടെ ഈ അവതരിപ്പിക്കാൻ വന്ന പരിപാടിയുടെ പ്രാധാന്യം എന്താ? ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. എന്തായാലും 24 ന്യൂസും പിന്നെ അതുപോലെ ഹാഷ്മിയും സാറും എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ പരിപാടി വയനാട് ജില്ലയിൽ എത്തിയപ്പോൾ ചിലങ്കയിൽ എത്തുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും എല്ലാം അറിയിക്കുന്നു. ചിലങ്ക നാട്യകലാക്ഷേത്രത്തിന്റെ പേര്. താങ്ക് യു ടീച്ചറെ. സന്തോഷം. ടീച്ചറെയും കുട്ടികളെയും. ടീച്ചറെ, കുഞ്ഞുങ്ങളെ, എന്തൊരു അനുസരണ. കുട്ടികളെ പോലെ തന്നെ നമ്മുടെ പാരന്റ്സും ഇതോടൊപ്പം തന്നെ ഞങ്ങളോട് കുട്ടിയുടെ പഠിക്കുന്നുണ്ടോ? സ്റ്റുഡന്റ് ആണ്. ഇതിപ്പോ കുട്ടി ആര് ടീച്ചർ ആരെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നേരത്തെ ഒരു കുട്ടി ടീച്ചറാണോ എന്ന് ചോദിച്ചാൽ ആ മോൾ അതുകൊണ്ട് വരിഞ്ഞ മോള് കുട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്തെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ? നമ്മള് ഉണ്ട്, ലഹരിക്കെതിരെ ഒരു ചെറിയ നൃത്തം ചെയ്യുന്നുണ്ട്. തുടങ്ങിയാലോ നമുക്ക്? ഞാൻ ഇവരോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ഇവിടെ അതുപോലെ നമുക്ക് ഒരുപാട് നൃത്ത പ്രതിഭകളും കലാപ്രതിഭകളും ഉണ്ടല്ലേ? അപ്പൊ എനിക്കൊന്നറിയോ, നൃത്തമായിരിക്കണം ലഹരി. അപ്പൊ എല്ലാവരോടും പറഞ്ഞ് 1 2 3 നൃത്തമാണ് ലഹരി. ഒന്നുകൂടെ, നൃത്തമാണ് ലഹരി. ഒന്നുകൂടെ, ഇനി നൃത്തം പോലെ അത് പറഞ്ഞ് നൃത്തമാണ് ലഹരി. ഒന്നുകൂടെ, അത് രസമുണ്ട്. നൃത്തമാണ് ലഹരി. ടീച്ചർ പറഞ്ഞാലേ ശരിയാവും. നൃത്തമാണ് ലഹരി. അല്ലേ? അത് നന്നായി. ഡാൻസ്. അപ്പൊ നമുക്ക് ഞാൻ ഇവരോട് കാര്യങ്ങളൊന്ന് ചോദിച്ചു വരുമ്പോഴത്തേന് ടീച്ചർ ഒന്ന് ഇവരെ ഒന്ന് റെഡിയാക്കിയോ? ഓക്കെ. ശിഷ്യഗണമല്ലേ? ശിഷ്യയാണ്. ഡാൻസ് പഠിച്ച കുറെ കാലമായോ? 2016. ടീച്ചറാണോ കുട്ടിയാണോ? മോള് പഠിക്കുന്നുണ്ട്. മോളെ പഠിപ്പിക്കണം. ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ ഇഷ്ടംപോലെ സമയമില്ലേ? അതുകൊണ്ട് സ്റ്റുഡന്റ് ഉണ്ട്. മോള് പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? കുട്ടിയല്ല, ടീച്ചറും അല്ല, പാരന്റ് ആണ്. ഓക്കെ. അപ്പൊ ഡാൻസ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മോളെ വിട്ടത് തന്നെ. മോളോട് പഠിക്കുന്നുണ്ട്. എല്ലാവരെയും പഠിപ്പിക്കണം. അപ്പൊ മക്കളെ, ഓക്കെ, എന്താ വിശേഷം? മോളെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ? എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? നിന്നെ കണ്ടിട്ടുണ്ട് ഞാൻ. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത് ടീച്ചറാണോ എന്ന് ചോദിച്ചത്. അപ്പൊ മോളെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ല്. ഇനി +1. ഏത് സ്കൂളിലാ? വിജയില്. ഞാൻ ടീച്ചറാണെന്ന് ചോദിച്ചാൽ ഭയങ്കര അംഗീകാരമല്ലേ ഇത്? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചറായി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇപ്പൊ ഡാൻസ് ഒക്കെ ആണല്ലോ. ഏതാ പഠിക്കുന്നത് ഇവിടെ? ഞാനിപ്പോ തുടങ്ങിയുള്ളൂ, 1ാം തീയതി ചേർന്നു. ഏതാ? ഭരതനാട്യം, കുച്ചിപ്പുടി? ഏതാ? ക്ലാസിക്കലാ. രണ്ടും പഠിക്കുന്നുണ്ടോ? കുച്ചിപ്പുടി എല്ലാം പഠിക്കും. ഈ ടീച്ചർ ഓൾറൗണ്ടറാണോ? അങ്ങനെ മറ്റേ സാധനം ഉണ്ടോ? പുതിയ സാധനം? ഹാഷ്മി, പുതിയൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയിട്ടില്ലേ? നമ്മുടെ കൊറിയക്കാരുടെ ഡാൻസ്. ഏതാ മോളെ പാട്ട്? മോള് പാട്ട് പാടുന്ന പാട്ട് ഏതാ? പാടി. മോള് പാടില്ല, മോടെ അമ്മ പാടും. ഓക്കെ, അത് ശരി. അമ്മ കളിച്ചാലോ ടീച്ചറെ? കലാമണ്ഡലം ടീച്ചറെ, ഓക്കെ ആയോ? നമുക്ക് അവിടെ നിന്ന് പോണം. അവിടെ ടീച്ചറെ, ടീച്ചറെ, ടിവിയിലല്ലേ കാണുന്നേ? ആര്യൻ. എടോ മോനെ, നീ കിടിലാണല്ലോ. ഭയങ്കര പേരായി. ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് അല്ലേ? പഠിച്ചു തുടങ്ങിയോ? ടീച്ചറെക്കാളും നന്നായോ? കഴിഞ്ഞു. എന്ത് ചെയ്യുന്ന ആളായിരുന്നു? ഞാന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി റിട്ടയർ ആയ ആളാണ്. റിട്ടയർ ചെയ്തതിനു ശേഷമാണോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? സൂപ്പറായി.
പഠിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ലല്ല കൈകാലികൾ കൊച്ചു വലിക്കുന്നതായിട്ട് തോന്നിയോ? ഇല്ലല്ല ആ ഓക്കെ. ഞങ്ങള് ഭരതനാട്യം ഇനി അരങ്ങേറാൻ ശ്രമിക്കുകയാണ്. ഗംഭീരമായി, അത് ഗംഭീരമായി. എല്ലാം നിങ്ങളെല്ലാം പഠിച്ചോണ്ടിരിക്കണോ? റിട്ടയർഡ് ടീച്ചറാണോ? അല്ലല്ല, ഞാൻ ആർക്കിടെക്ട് ആണ്. ഞാൻ ടീച്ചറാണ്. കണ്ടാൽ അറിയത്തില്ലൂടോ എന്നൊരു ഇതിനൊരു നോട്ടം. ശരി, സന്തോഷം. പഠിച്ചോ. ഡാൻസ്. ആ ഓക്കെ. ആ ആ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യൂ. ആ എന്തോ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ലൈവാണ് ടീച്ചറെ, ലൈവാണ്. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത്. സുഖല്ലേ? അപ്പൊ റെഡി? ലഹരിക്കെതിരെയുള്ള ആഷ്മി പുറകോട്ട് വീഴരുത്. വീണ് കഴിഞ്ഞാലേ താഴെ വീഴും. അതാണ്. ഓക്കെ, നമ്മളിതിരി അങ്ങോട്ട് മാറുന്നതല്ല എന്ന് തോന്നുന്നു. സന്ദേശമിതാ ലഹരിയുപേക്ഷണി ചേരൂ യുവജനതയ്ക്കൊരു സന്ദേശമിതാ ലഹരിയുപേക്ഷണി ചേരൂ ശോഭനമാം നിൻ ഭാവിയിലൊരു പിടി ശോഭനമാം നിൻ ഭാവിയിലൊരു പിടി ചാരം മൂടി നിറയ്ക്കരുതേ നൂതന ലഹരിയിൽ അടിമുടി തകരും യുവതേ നിനക്കൊരു ആഹ്വാനം നൂതന ലഹരിയിൽ അടിമുടി തകരും യുവതേ നിനക്കൊരു ആഹ്വാനം ഉണരൂ ഉയരൂ ലഹരി ഉപേക്ഷിക്കൂ ഉണരൂ ഉയരൂ ലഹരി ഉപേക്ഷിക്കൂ ലഹരി ഉപേക്ഷിക്കൂ ലഹരി ഉപേക്ഷിക്കൂ. ഓ കിടിലമായി ടീച്ചറെ, കിടിലമായി കേട്ടോ. ഇത് ആരാ ടീച്ചറെ പാടിയത്? അമിത. എനിക്ക് ടീച്ചർ പാടിയല്ലോ തോന്നി. നല്ല ഗംഭീരമായി. മോളെ ഗംഭീരമായി കേട്ടോ. വരികൾ എഴുതിയത് പുൽപ്പള്ളിക്കാരൻ NRK ആണ്. NRKക്ക് നല്ല സാമൂഹിക ഐഡിയ ഉണ്ടല്ലോ. സംഗീതം നൽകിയത് കുഞ്ഞിക്ക ബത്തേരി. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായി. നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അപ്പൊ റിട്ടയറിയതിനു ശേഷം ഡാൻസ് പഠിച്ച ഈ അമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവരും ഡാൻസ് പഠിച്ച് തകർക്കട്ടെ. ഓക്കെ അല്ലേ കലാമണ്ഡലം ടീച്ചറെ? ഓക്കെ അല്ലേ? ടീച്ചർ ഞാൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു ഡാൻസ് കമ്പോസ് ചെയ്തു അല്ലേ? എന്നാലും സന്തോഷം. ടീച്ചറുടെ കാലിക്കട്ട് വരിക. ടീച്ചറിന്റെ ശിക്ഷ അവര് നിങ്ങൾ യഥാർത്ഥത്തിൽ വന്നാൽ ഒരു കാര്യം ചെയ്യല്ലോ കാശ്മി. അതായത് നമ്മുടെ 1,00,000 ആൾക്കാരെ പങ്കെടുക്കില്ലേ, അതിന്റെ ഇടയിൽ നമ്മളൊരു പ്രകടനം നടത്തും. അതിനായിട്ടൊരു ഡാൻസ് കമ്പോസ് ചെയ്യുക. എന്നിട്ട് കാലിക്കട്ട് ഇറങ്ങുക. അതിന്റെ ബാക്കി കാലിക്കട്ടിൽ ഇറങ്ങുക. പാരഗണിൽ നിന്നൊരു ഭക്ഷണവും വാങ്ങിച്ചു. ശരി, ഓക്കെ. താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പൊ ടീച്ചറെ സന്തോഷം. അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങട്ടോ. ഓക്കെ അപ്പൊ മക്കളെ സന്തോഷം. എല്ലാരും കൈ ഓക്കെ. വീടരുത് മക്കളെ, വീടരുത്. നമുക്കൊരു ഇനി നമുക്കൊരു ലൈവാണ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ ജേർണലിസം പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് മോളാണ്, സുജിതയുടെ മോളാണ്. മിടുക്കി. മോളുടെ മുഖം ഒന്ന് ക്യാമറ കാണട്ടെ. അമ്മ മുങ്ങി കളഞ്ഞു. അമ്മ എങ്ങോട്ട് മുങ്ങിയെന്ന് അറിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം, ഇനിയിപ്പോ ഒരു വാർത്തയിലേക്ക് പോകാം. ആഷ്മയുടെ കൂടെ പഠിച്ചോ? എന്റെ ക്ലാസ്മേറ്റ്. തപസ്യായി പോയി. ഓക്കെ റെഡി. ഓക്കെ നന്നായി. അപ്പൊ ഒന്ന് ആഷ്മയുടെ ക്ലാസ്മേറ്റ് ഒന്ന് കാണിച്ചേ. സുജിതയാണ് എന്റെ കൂടെ പഠിച്ചാണ് 2 വർഷം. ക്ലാസ്മേറ്റ്സ് ഉണ്ടാവാം. ക്ലാസ്മേറ്റ്സ് മധ്യ വിരുദ്ധന്മാരല്ലേ നമ്മള്. ഓക്കെ റെഡി.